പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും തരാതെ തന്നെ നേരിട്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ നിങ്ങൾ പരീക്ഷയിൽ നല്ല മാർക്ക് നേടി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സീറോയിൽ നിന്നും ഒരു ഹീറോ സ്റ്റുഡൻറ് ആവണമെന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് ടോപ്പർ സ്റ്റുഡൻസ് സ്റ്റഡി ഹാർഡിൽ അല്ല, പകരം സ്റ്റഡി സ്മാർട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾ വെറും 4 സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതിയാകും. അതിൽ ഒന്നാമത്തേതാണ് അച്ചീവ് എ മൈൻഡ് സെറ്റ് ഓഫ് എ ടോപ്പർ. ബാക്കിയുള്ള 90% വിദ്യാർത്ഥികളെ പോലെ ഡിസ്ട്രാക്റ്റഡായി നിങ്ങളും ഈ വീഡിയോയിൽ പകുതി വിട്ടിട്ട് പോകാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വീഡിയോ കാണണമെന്നായിരിക്കും തോന്നുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു ടോപ്പർ സ്റ്റുഡൻറ്റിൻ്റെ പോലെയല്ല എന്നത്. നിങ്ങളെ കൊണ്ടത് പറ്റുമോ ഇല്ലയോ എന്ന കാര്യം നിങ്ങൾക്ക് പോലും അറിയില്ലായിരിക്കാം. എന്നാലും നിങ്ങളുടെ മനസ്സ് ഇത് നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു വീഡിയോ പോലും മുഴുവനായി കാണാതെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് മറ്റൊന്നിന് പുറകെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശാന്തമായിരുന്ന് ഈ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമാണ് സ്വയം ഒരു ടോപ്പർ ആണെന്ന് വിശ്വസിക്കുക. എന്നെക്കൊണ്ട് നല്ല മാർക്ക് വാങ്ങുവാൻ സാധിക്കും എന്ന കോൺഫിഡൻസ് നിങ്ങളിലുണ്ടാകണം. ലോ കോൺഫിഡൻസിലൂടെയും തെറ്റായ മൈൻഡ് സെറ്റിലൂടെയും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹൈ സ്കോറിംഗ് സ്റ്റുഡൻ്റ് ആവാൻ സാധിക്കില്ല. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഇതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഓർമ്മകളിൽ നിന്നും കുറച്ച് പിന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടിക്കാലം ഓർത്തെടുക്കുക. നിങ്ങളെക്കൊണ്ട് നടക്കാൻ പോലും സാധിക്കാത്ത ഒരു കാലമായിരുന്നു അത്. നിങ്ങൾ നടക്കുന്നതിനായി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. കാലുകൾ ഇടറിയപ്പോഴും എഴുന്നേറ്റ് നിന്ന് പതിയെ നടക്കുവാൻ ശ്രമിച്ച ഒരു കാലം. എന്നിട്ടും വീണുപോയിരുന്ന ഒരു കാലം. അപ്പോൾ ഈ ലോകത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ചെയ്യുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അത്. വീണ്ടും പരിശ്രമിക്കുകയും വീണു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടാവുകയും നിങ്ങൾ ഒരുപാട് കരയുകയും ചെയ്തിട്ടുണ്ടാകാം. എന്നിരുന്നാലും നിങ്ങൾ പരിശ്രമം ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല. ഒടുവിൽ നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായി നിങ്ങൾ നടക്കുവാൻ പഠിച്ചു. ഇന്ന് ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾക്ക് നടക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയുന്ന ഒരു കാര്യമായിരിക്കും ഇത്. എന്നെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇതിൽ എത്ര ബുദ്ധിമുട്ടുള്ളതായി എന്താണത് എന്ന് ഇതുപോലത്തെ മറ്റൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത്. പഠനം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സീറോയായി കണക്കാക്കുന്നു. നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവില്ല, നിങ്ങൾ വെറുമൊരു ശരാശരി വിദ്യാർത്ഥിയാണ് എന്നൊക്കെ സ്വയം വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഒരു പരീക്ഷയും നല്ല രീതിയിൽ എഴുതിയിട്ടില്ല എന്നൊരു കാരണം കൊണ്ട് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് ഒരു വലിയ കോമ്പറ്റേറ്റീവ് എക്സാം ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതുന്നു. അതുപോലെ തന്നെ പരീക്ഷകളിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല മാർക്ക് നേടാൻ സാധിക്കില്ല എന്നും കരുതുന്നു. ഇതുവരെ കഷ്ടിച്ച് വിജയിച്ചു വന്ന ഒരാളാണ് എന്നതുകൊണ്ട് ഇനി ഒന്നും തന്നെ നിങ്ങളെക്കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്താഗതി. ഇതെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ കളികളാണ്. ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ്. നിങ്ങളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. എന്നാൽ ഒരിക്കൽ ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് വളരെയധികം എളുപ്പമുള്ള ഒരു കാര്യമായി തീരും. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ പടിയായി നിങ്ങൾക്ക് സ്വന്തം ചിന്താഗതിയെയും വിശ്വാസങ്ങളെയും നല്ല രീതിയിലേക്ക് മാറ്റുകയും സ്വന്തം കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യണം. എങ്ങനെയാണ് ഒരു സമയത്ത് നടക്കുക എന്നതും സൈക്കിൾ ഓടിക്കുക എന്നതും തന്നെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെയാണ് എനിക്കിപ്പോൾ പഠനം എന്നത് ബുദ്ധിമുട്ടായി തോന്നുന്നത്. എന്നാൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണെന്നും നിങ്ങൾ അത് ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ തീർച്ചയായും സീറോയിൽ നിന്നും ഒരു ഹീറോ ആകുമെന്ന് വിശ്വസിക്കുക. ഈ ചിന്താഗതിയോടെ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ലിമിറ്റ്സിന് പുറത്ത് കടന്ന് ചിന്തിക്കുവാൻ തുടങ്ങും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കുവാൻ സാധിക്കും. നിങ്ങളൊരു ടോപ്പറാണെന്ന് കരുതി പഠിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സും ഒരു ടോപ്പറിനെ പോലെ ചിന്തിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് കൃത്യമാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പഠിക്കാനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. പഠനം വെറുതെ പഠിച്ച് മനസ്സിലാക്കി ചെയ്തു എന്നതും മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല. ടീച്ചർ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ കാണാതെ പഠിച്ചു എന്നുള്ളതും പഠനത്തിന്റെ പൂർണ്ണരൂപമല്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ചുവട് പിന്തുടരേണ്ടത് വളരെയധികം അനിവാര്യമാകുന്നത്. നമ്പർ 2, പാറ്റേൺ അനാലിസിസ്. ഓരോ പരീക്ഷയ്ക്കും ഓരോ ഘടനയാണുള്ളത്. ഈ ഘടനകളൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. 1 മുതൽ 10 വരെയുള്ള പാഠങ്ങളാണ് പഠിച്ചു തീർക്കേണ്ടതെങ്കിൽ അതിനായി 1 തുടങ്ങി 10 വരെയുള്ള പാഠങ്ങൾ അതുപോലെ തന്നെ പഠിക്കേണ്ട കാര്യമില്ല. പകരം വളരെയധികം വാല്യബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സിനെയാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലത്തെ സാഹചര്യങ്ങളിലാണ് പാറ്റേൺ അനാലിസിസ് പ്രാധാന്യം മനസ്സിലാകുന്നത്. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കുമ്പോൾ ടോപ്പേഴ്സ് എക്സാമിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി റിസർച്ച് ചെയ്യുകയും സിലബസിനെ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യുന്നു.
ഇതുവഴി പരീക്ഷയുടെ ഘടന എന്തെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. ഇതേ ഘടന പിന്തുടർന്നുകൊണ്ട് പഠിക്കുവാനും ആരംഭിക്കുന്നു. ഇതിൽ നിന്നും വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ടോപ്പേഴ്സ് സ്റ്റഡി ഹാർഡിലല്ല, പകരം സ്റ്റഡി സ്മാർട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ആരംഭിക്കുന്നതിന് മുന്നേ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കുറച്ച് സമയം ഉപയോഗിക്കുക. ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുത്താലും ആദ്യമേ തന്നെ പരീക്ഷയുടെ പാറ്റേൺ മനസ്സിലാക്കുക. ഏതൊക്കെ വിഷയങ്ങളാണ് കൂടുതൽ സമയമെടുത്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ പാഠഭാഗങ്ങളാണ് വളരെയധികം പ്രാധാന്യമുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. ഏത് ടീച്ചറിൽ നിന്നുമാണ് പഠിക്കേണ്ടത്, ഏത് പുസ്തകത്തിൽ നിന്നുമാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്യുക. ഇത് നിങ്ങളെ വെറുതെയുള്ള മണിക്കൂറുകളുടെ അധ്വാനത്തിൽ നിന്നും രക്ഷിച്ചെടുക്കും. 90% വിദ്യാർത്ഥികളും മിസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി ഏതെന്ന് നോക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. രാഹുൽ എന്നു പേരുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ശ്യാം എന്നു പേരുള്ള മറ്റൊരു വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു. രണ്ടുപേരും ദാഹിച്ചു വലഞ്ഞ് ഒരു വരണ്ട പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ ഓരോ മൺവെട്ടികളുണ്ടായിരുന്നു. വെള്ളമാണെങ്കിലോ ഭൂമി കുഴിച്ച് വേണം എടുക്കാൻ. ആദ്യം രാഹുൽ പോയി 1 മണിക്കൂറോളം ഭൂമി ഒഴുക്കുന്നു. എന്നാൽ ഒരു തുള്ളി വെള്ളം പോലും ലഭിച്ചില്ല. അവൻ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി 2 മണിക്കൂറോളം വീണ്ടും കുഴിച്ചു നോക്കി. എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും ലഭിച്ചില്ല. അവൻ വീണ്ടും മുന്നിലേക്ക് പോയി 2 മണിക്കൂറോളം കുഴിക്കുന്നു. വീണ്ടും മുന്നിലേക്ക് പോയി 2 മണിക്കൂറോളം കുഴിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും അവന് വെള്ളം ലഭിച്ചില്ല. എന്നിട്ടും അവൻ മുന്നോട്ട് പോവുകയും 3 മണിക്കൂറോളം വീണ്ടും കുഴിക്കുകയും ചെയ്യും. അവസാനം ഭൂമി കുഴിച്ച് വെള്ളം കിട്ടാതെ തന്നെ ക്ഷീണിച്ച് വലഞ്ഞ് അവൻ മരിച്ചു പോകുന്നു. എന്നാൽ ശ്യാമാണെങ്കിലും ഒരേ സ്ഥലത്ത് തന്നെ 4 മണിക്കൂറോളം കുഴിച്ചു. ശ്യാമാണെങ്കിൽ അതിൽ നിന്നും തന്നെ വെള്ളം ലഭിക്കുന്ന അത്രയും ആഴത്തിൽ ആ സ്ഥലത്തിന് കുഴിച്ചു. എന്നാൽ രാഹുലാണെങ്കിലോ 8 മണിക്കൂറോളം പല സ്ഥലങ്ങളായി ചെന്ന് കുഴിച്ചുകൊണ്ടേയിരുന്നു. അവസാനം മരണപ്പെടുകയും ചെയ്തു. രാഹുലും വെള്ളം ലഭിക്കുന്നതുവരെ ഒരേ സ്ഥലത്ത് തന്നെ കുഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവന് വെള്ളം ലഭിക്കുകയും അവൻ ജീവനോടെ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. ഇത് തന്നെയാണ് 3ാമത്തെ സ്റ്റെപ്പ്. നമ്പർ 3, കമ്മിറ്റ് ടു എ സിംഗിൾ സോഴ്സ്. അതായത് വ്യത്യസ്തമായ 10 മെത്തേഡ്സിന് പിന്നിൽ ഓടാതെ ഒരേ ഒരു മെത്തേഡിൽ തന്നെ കമ്മിറ്റഡ് ആയിരിക്കുക. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഒരു പ്രത്യേക കാര്യം നമുക്ക് പ്രാധാന്യമായിട്ടുള്ളത് തോന്നിയാൽ ആ ബുക്കിന്റെ പേജ് മുഴുവൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരുന്നത് പോലെ ഇന്ന് നമുക്ക് യൂട്യൂബിലെയോ ഓൺലൈനിലെയോ ഓഫ്ലൈനിലെയോ എല്ലാ അധ്യാപകരും എല്ലാ പുസ്തകങ്ങളും പ്രാധാന്യമുള്ളതായി തോന്നുന്നു. വാസ്തവത്തിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇന്റർനെറ്റ് ഒരു വരദാനമാണ്. കാരണം എല്ലാ കാര്യങ്ങളും അത് വളരെയധികം എളുപ്പമാക്കുകയും ഏറ്റവും മികച്ച അധ്യാപകരെ നമ്മുടെ കൺമുന്നിൽ എത്തിക്കുകയും ചെയ്യും. എന്നാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഇതേ വരദാനം തന്നെ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്റർനെറ്റിലൂടെ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരേ ദോഷവും ഇതുതന്നെയാണ്. കാരണം പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകരും പഠിക്കുവാനായി ഒരുപാട് ബുക്കുകളും മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസും ഒക്കെ ഇന്റർനെറ്റിൽ ലഭിക്കുന്നു. എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ വീക്ക്നെസ്സും ഇതുതന്നെയാണ്. അവർക്ക് എല്ലാ പുസ്തകങ്ങളും എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളും വളരെയധികം പ്രാധാന്യമുള്ളതായി അനുഭവപ്പെടുന്നു. ഒരു വിഷയത്തിന്റെ തന്നെ 90% ഭാഗങ്ങളും ഒരു ടീച്ചറിൽ നിന്ന് പഠിക്കുകയും ബാക്കി മറ്റേതെങ്കിലും ടീച്ചേഴ്സിൽ നിന്നും പഠിക്കുകയും ചെയ്യുന്നു. ഒരേ വിഷയത്തിൽ 5-6 പുസ്തകങ്ങൾ വാങ്ങിവെക്കുകയും ഇതെല്ലാം പഠിച്ചു തീർക്കും എന്ന് കരുതുകയും ചെയ്യുന്നു. അതിലൂടെ അവർക്ക് ഉയർന്ന സ്കോർ നേടാനാകുമെന്ന് കരുതുകയും ചെയ്യുന്നു. ഇനി നടക്കുന്നത് എന്താണെന്നറിയാം. ഒരു പുസ്തകം പോലും ആ വിദ്യാർത്ഥിയെ കൊണ്ട് മുഴുവനായി പഠിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല. പല സ്ഥലങ്ങളിലും കുഴിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പോലും വെള്ളം കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യമാണ്, ധാരാളം സോഴ്സസ് ഉണ്ടെന്ന് കരുതി ഒരിക്കലും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷനും മാർക്കും ലഭിക്കില്ല. കാരണം നിങ്ങൾക്ക് പരീക്ഷയിൽ ഒരു ചോദ്യത്തിന് തന്നെ 10 വ്യത്യസ്ത ഉത്തരങ്ങൾ അല്ല നൽകേണ്ടത്. പകരം ശരിയായ ഒരൊറ്റ ഉത്തരമാണ് നിങ്ങൾ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ സോഴ്സുമായി കമ്മിറ്റഡ് ആയിരിക്കുക. അതുകൊണ്ട് ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന ഒരേ ഒരു ടീച്ചറിൽ നിന്ന് പഠിക്കുക. ഒരേ പുസ്തകം തന്നെ ആവർത്തിച്ച് പഠിക്കുക. ഇതിലൂടെ തന്നെ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടുവാൻ സാധിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. സെൽഫ് ചെക്ക്. ഉദാഹരണത്തിന്, നിങ്ങൾ എല്ലാ ദിവസവും ഓരോ നേരവും 2-3 റൊട്ടികളാണ് ഭക്ഷണമായി കഴിക്കുന്നത് എന്ന് കരുതുക. നിങ്ങളുടെ വെയിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? വെയിറ്റ് കൂട്ടാനായി ഓരോ ദിവസവും ഒരു നേരം 20-25 റൊട്ടികൾ കഴിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വെയിറ്റ് കൂടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ആശുപത്രിയിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കൂട്ടണമെങ്കിൽ ഓരോ ദിവസവും ഓരോ നേരത്തെ ഭക്ഷണത്തോടൊപ്പം 1-2 റൊട്ടികൾ കൂടുതൽ കഴിക്കേണ്ടതായി വരും. അതും മാസങ്ങളോളം കൺസിസ്റ്റൻ്റായി ചെയ്യേണ്ടി വരും. അങ്ങനെ മാത്രമേ ഫിസിക്കലി ഫിറ്റ് ആവുകയുള്ളൂ. നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ വയറ് പോലെ തന്നെയാണ്. അതിന് ഒരൊറ്റ നേരം കൊണ്ട് തന്നെ ഒരുപാട് ഭക്ഷണമല്ല, പകരം മിതമായ അളവിൽ കോൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. പഠിക്കുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഇതുതന്നെയാണ്. എന്നാൽ
ഭൂരിഭാഗം വിദ്യാർത്ഥികളും വർഷം മുഴുവൻ പഠിക്കാറില്ല. ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കും, അടുത്ത ദിവസം 1 മണിക്കൂർ പഠിക്കും, അതിനുശേഷം മറ്റൊരു ദിവസം 7 മണിക്കൂർ പഠിക്കും, അതിനുശേഷം ഒന്നും പഠിക്കില്ല. അതിന് അടുത്ത ദിവസം 2 മണിക്കൂർ പഠിക്കും. ഏകദേശം ഇതുപോലെ ആയിരിക്കാം ഓരോ കുട്ടികളും പഠിക്കുക. ഇതിനുശേഷം പരീക്ഷയ്ക്ക് കുറച്ച് ദിവസമുള്ളപ്പോൾ സിലബസ് മുഴുവൻ പഠിച്ചു തീർക്കാനുള്ള ധൃതിയിലായിരിക്കും. ഇത് ഒരൊറ്റ സമയം തന്നെ 10 റൊട്ടി കഴിക്കുന്നത് പോലെ തന്നെയാണ്. ഇതിലൂടെ നിങ്ങളുടെ മാർക്ക് കൂടുകയാണ്, പകരം കുറച്ചുകൂടി കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നിങ്ങൾ എത്രയാണ് പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ സ്വയം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ 2 മണിക്കൂർ പഠിക്കുന്ന ആളാണെങ്കിൽ സ്ഥിരമായി 2 മണിക്കൂർ പഠിക്കുക. അതോടൊപ്പം തന്നെ ഒരു ദിവസം 3 മണിക്കൂർ പഠിക്കുന്ന ലക്ഷ്യവും വയ്ക്കുക. അതിനുശേഷം പതിയെ നിങ്ങളുടെ പഠിക്കുന്ന അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ടാർഗറ്റ് വയ്ക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾ ദിവസവും പഠിക്കേണ്ടത് ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. ഒരു ദിവസം 4 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസവും 4 മണിക്കൂർ തന്നെ പഠിക്കുക, അടുത്ത ദിവസവും 4 മണിക്കൂർ തന്നെ പഠിക്കുക, അതിനുശേഷം ഉള്ള ദിവസം 4.5 മണിക്കൂർ പഠിക്കുക, പിന്നെ ഒരു 2-3 ദിവസം 4.5 മണിക്കൂർ തന്നെ പഠിക്കുക. ഇതുപോലെ തന്നെ ആദ്യം ഓരോ ദിവസവും കോൺസിസ്റ്റൻ്റായി പഠിക്കുവാൻ ശ്രമിക്കുക. കോൺസിസ്റ്റൻസി വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ടാർഗറ്റ് സ്റ്റഡി ടൈം വർദ്ധിപ്പിക്കുക. ടോപ്പേഴ്സ് ഒരുപാട് പഠിക്കാറില്ല, പകരം അവർ കോൺസ്റ്റൻ്റ്ലി ആണ് പഠിക്കുന്നത്. ഇങ്ങനെ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഓർമ്മശക്തിയും കൂടുതൽ മികച്ചതാകും. നിങ്ങൾ എപ്പോഴാണ് ടോപ്പർ ആയതെന്നും 0-ൽ നിന്നും ഹീറോ ആയതെന്നും നിങ്ങൾക്ക് പോലും അറിയാൻ സാധിക്കില്ല.